നമസ്കാരം. മാത് വി +1 +2 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +1 മാത്തമാറ്റിക്സ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രേറ്റ് ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ക്ലാസ് മുകളിൽ ഐ ടാബിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാം, പ്ലേലിസ്റ്റ് കിട്ടും. ആ പ്ലേലിസ്റ്റ് നോക്കിയാൽ റിവിഷൻ സീരീസിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കാണാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം നോക്കുക. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ -4, 3 വിത്ത് സ്ലോപ്പ് 1/2. -4, 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സ്ലോപ്പ് 1/2 ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1 സബ് ക്വസ്റ്റ്യൻ നമ്പർ 1 ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ് ഹാവിംഗ് എ സ്ലോപ്പ്, പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ് അല്ലെ. y - y1 = m × x - x1. ഇവിടുത്തെ x1 y1 ആണ് ഈ പോയിന്റ്, ഇതാണ് m. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? y - y1 എന്ന് പറയുന്നത് 3 = m എന്ന് പറഞ്ഞാൽ 1/2 × x - x1 എന്ന് പറഞ്ഞാൽ -4. അപ്പോൾ ഇത് +4 ആയിട്ട് മാറും അല്ലെ. ഇനി ത്രൂ ഔട്ട് ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ ഈ 2 കൊണ്ട് ക്രോസ് ചെയ്താലും മതി. 2y - 6 = x + 4 എന്ന് വരും. ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. x - 2y + 4 ഇവിടെ ഉണ്ട്. ഇപ്പുറത്ത് 6 മൈനസ് കൊണ്ട് വന്നാലും +6 ആയി മാറും, =0. ആൻസർ വരിക x - 2y + 10 = 0. x - 2y + 10 = 0 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആണ് നമ്മളിപ്പോ എഴുതിയത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 പോയിന്റ്സ്, x1 y1 എന്ന് പറഞ്ഞ പോയിന്റിലൂടെയും x2 y2 എന്ന് പറഞ്ഞ പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ y - y1 y2 - y1 അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ y - y1 = y2 - y1 x2 - x1 × x - x1 എന്ന് എഴുതാം അല്ലെ. ഈ കാണുന്ന y2 - y1 x2 - x1 ആണ് ലൈനിന്റെ സ്ലോപ്പ്, ശരിയല്ലേ? അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. y - y1 = 1 അപ്പോൾ ഇത് +1 ആയിട്ട് മാറും. y2 എന്ന് പറഞ്ഞാൽ 5 - -1 + 1 divided by x2 3 - 1 into x - x1 is 1 അല്ലെ. അപ്പോൾ y + 1 = 6/2 into x - 1 എന്ന് കിട്ടും അല്ലെ. 6/2 is 3, x - 1 ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3x - 3 എന്ന് കിട്ടും. ഇപ്പുറത്തെ സൈഡിൽ y + 1 ഉണ്ട്, അത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ -y - 1 = 0. അപ്പോൾ 3x - y - 4 = 0 ആണ് രണ്ടാമത്തെ ലൈൻ. 3x - y - 4 = 0. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? എളുപ്പമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ ചോദ്യമാണിത്. ഇതൊക്കെ 2023 പരീക്ഷയിൽ തന്നെ ചോദിച്ച ചോദ്യമാട്ടോ, മാർച്ചിലെ. അടുത്തത് ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതിന്റെ കൂടെ ഉണ്ട്. എന്തായിരുന്നത്? ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഒബ്റ്റൈൻഡ് ഇൻ 1 and 2. ഫസ്റ്റ് 2 ഇക്വേഷനിലൂടെ കിട്ടുന്ന ലൈനിന്റെ ആംഗിൾ, ഇൻ ബിറ്റ്വീൻ ലൈൻസിന്റെ ആംഗിൾ കണ്ടുപിടിക്കാം. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലൂടെ പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്താ? tan θ = മോഡുലസ് m2 - m1 / 1 + m1 m2, ശരിയല്ലേ? ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലെ. ഫസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു, അത് 1/2 ആണ്. അപ്പോൾ m1 എന്ന് പറയുന്നത് ഇവിടെ 1/2 ആണ്. ഇനി m2 എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഇവിടെ കിട്ടുന്ന ഈ y2 - y1 x2 - x1 ആണ് സ്ലോപ്പ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ 3 ആണ് ഇവിടുത്തെ സ്ലോപ്പ്. അപ്പൊ m2 എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും നോക്കിയ ആൻസർ? tan θ = മോഡുലസ് 3 - 1/2 / 1 + 3 × 1/2. That is equal to 6 - 1/2 divided by 2 + 3/2 അല്ലെ. ഈ 2 നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാലൻസ് വരുന്ന വാല്യൂ നോക്കുക. 5/5 that is equal to 1 എന്ന് വരും അല്ലെ. ഇത് 5/5 ആണ് കിട്ടുക, ശരിയല്ലേ? അപ്പോൾ tan θ എപ്പോഴാണ് 1 ആവുന്നത് എന്നുള്ള തീറ്റയാണ് നമ്മൾ എഴുതേണ്ടത്. തീറ്റ ഏത് ഡിഗ്രിയാ? 45 ഡിഗ്രി അല്ലെ, അല്ലെങ്കിൽ π/4 ആണ് തീറ്റ. ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ദ 2 ലൈൻസ് ഇസ് തീറ്റ. തീറ്റ = 45 ഡിഗ്രി. ക്ലിയർ അല്ലേ? 6 മാർക്കിന് 2023 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ് ഇത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 2. Given the equation of the line x - 2y + 3 = 0, find x intercept and slope of the line. x ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കണം, സ്ലോപ്പും കണ്ടുപിടിക്കണം. ഇന്റർസെപ്റ്റ് ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. x/a + y/b = 1 എന്ന് എഴുതുന്ന ഫോമിനെയാണ് നമ്മൾ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുക. എക്സിന്റെ താഴെയുള്ള നമ്പർ ആണ്
എക്സ് ഇന്റർസെപ്റ്റ് വൈയുടെ താഴെയുള്ള നമ്പറാണ് വൈ ഇന്റർസെപ്റ്റ്. ഇനി എക്സ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എക്സ് ഇന്റർസെപ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ തന്നിട്ടുള്ള ലൈനിന്റെ ഇക്വേഷനിൽ y ഈക്വൽ ടു 0 കൊടുത്താൽ മതി. തന്നിട്ടുള്ള ലൈനിന്റെ ഇക്വേഷനിൽ y ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? നമുക്കിവിടെ എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ശരിയല്ലേ? വൈക്ക് 0 കൊടുത്താൽ അപ്പൊ എക്സ് ഈക്വൽ ടു -3 ആണ് ഇവിടുത്തെ എക്സ് ഇന്റർസെപ്റ്റ്. ക്ലിയർ ആയോ? ഇനി y ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ അപ്പൊ എന്തായിരിക്കും ചെയ്യുക? y ഇന്റർസെപ്റ്റ് ഇൻ കേസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ y ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ മതി. എക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും നോക്കിയേ? -2y പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. y ഈക്വൽ ടു 3/2 എന്ന y ഇന്റർസെപ്റ്റും കിട്ടും. ഓക്കെ അല്ലേ? y ഇന്റർസെപ്റ്റോടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടില്ല. ഇനി സ്ലോപ്പ് ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതും. അപ്പോൾ y ഈക്വൽ ടു എഴുതാൻ വേണ്ടിയിട്ട് 2y പുറത്തേക്ക് കൊണ്ടുവരാം. 2y നെഗറ്റീവ് ഉള്ളത് ഇപ്പുറത്തെ സൈഡിൽ 0ന്റെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ അത് +2y ആയി മാറും. ഈക്വൽ ടു എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0. ഇതിലെ വൈയുടെ കോഎഫിഷ്യന്റ് 1 ആക്കാൻ വേണ്ടി ത്രൂ ഔട്ട് ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? എന്ത് കിട്ടും? y ഈക്വൽ ടു 1/2 എക്സ് പ്ലസ് 3/2 എന്ന് വരും. അപ്പൊ 1/2 ആണ് ഇവിടുത്തെ സ്ലോപ്പ്. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കിന്റെ ചോദ്യമാണ്. അതായത് എക്സ് ഇന്റർസെപ്റ്റും സ്ലോപ്പും കണ്ടുപിടിച്ചാൽ 2 മാർക്കിന്റെ ചോദ്യമാണ്. നമുക്ക് ജനറൽ ഫോം പഠിക്കാനില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും ചോദിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? കൺഫ്യൂഷൻസ് ഇല്ല എന്ന് വിചാരിക്കുന്നു. അടുത്തത് ബി ക്വസ്റ്റ്യൻ നോക്കുക. അതിനകത്ത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 1,3 ഫ്രം ദ എബോവ് ലൈൻ. മുകളിലത്തെ ലൈനിൽ നിന്നും 1,3ലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പൊ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് ആൻഡ് എ ലൈൻ d ഈക്വൽ ടു മോഡുലസ് ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a² പ്ലസ് b². ഈ ഫോർമാറ്റിലാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലെ? ഇതാണ് നമ്മൾ എഴുതുന്ന ഇക്വേഷൻ. അപ്പൊ x മൈനസ് 2y പ്ലസ് 3 ഈക്വൽ ടു 0 ആണ് ലൈൻ. x മൈനസ് 2y പ്ലസ് 3 ഈക്വൽ ടു 0 ആണ് ലൈൻ. പിന്നെ നമുക്ക് വേണ്ട പോയിന്റ് ഏതാ? 1,3 ആണ്. പോയിന്റ് 1,3 ആണ്. ഇതാണ് x1 y1. ഓക്കെ, ഇതിലത്തെ a എന്ന് പറഞ്ഞാൽ 1, b എന്ന് പറഞ്ഞാൽ -2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനകത്ത് എന്ത് വരും? മോഡുലസ് എക്സിന് പകരം 1 കൊടുക്കുക. 1 മൈനസ് 2 ഇൻറ്റു y1 വൈക്ക് പകരം 3 കൊടുക്കുക. ഈ y1 ആണ് കൊടുക്കേണ്ടത് അല്ലെ? 3 പ്ലസ് 3 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1² പ്ലസ് -2². ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് 1 മൈനസ് 6 പ്ലസ് 3 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 4 മൈനസ് 6 -2 വരും ഡിവൈഡഡ് ബൈ റൂട്ട് 5. ഓക്കെ, ഇതാണ് ഡിസ്റ്റൻസ്. ദഫോ മോഡുലസ് ഒഴിവാക്കുമ്പോൾ 2/√5 നമുക്ക് ആൻസർ എഴുതാം. ഡിസ്റ്റൻസ് 2/√5. അപ്പോൾ അങ്ങനെ 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരുന്നു അത്. 4 മാർക്കിന്റെ ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റൻ നോക്കൂ. മൂന്നാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് y മൈനസ് √3x മൈനസ് 5 ഈക്വൽ ടു 0 ആൻഡ് √3y മൈനസ് x ഈക്വൽ പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ജനറൽ ഫോം കണ്ടുപിടിച്ചാൽ, അല്ലെങ്കിൽ ജനറൽ ഫോം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് -a/b സ്ലോപ്പ് എഴുതിയാൽ മതി. ഇനി അതല്ല എങ്കിൽ ഇതിനെ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാം. ഫസ്റ്റ് ലൈനിന്റെ ഇക്വേഷനെ y ഈക്വൽ ടു √3x പ്ലസ് 5 എന്ന് എഴുതാം നമുക്ക് അല്ലെ? ഇപ്പൊ ഇവിടുത്തെ സ്ലോപ്പ് m1 എന്ന് പറഞ്ഞ സ്ലോപ്പ് എന്തായിരിക്കും? എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും. √3 ആയിരിക്കും സ്ലോപ്പ്. ഇനി രണ്ടാമത്തെ ലൈൻ നോക്കൂ. അതിൽ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാണ് 3y. ഈ √3y ഈക്വൽ ടു x മൈനസ് 6 എന്ന് എഴുതണം. y ഈക്വൽ ടു 1/√3 x മൈനസ് 6/√3 എന്ന് എഴുതും. ഇതാണ് നമ്മുടെ സ്ലോപ്പ്. അപ്പൊ m2 എന്ന് പറയുന്നത് എന്താണ്? 1/√3. ഇനി ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല tan θ ഈക്വൽ ടു മോഡുലസ് m2 മൈനസ് m1 ബൈ 1 പ്ലസ് m1 m2 അല്ലെ? 1 പ്ലസ് m1 m2 ദാറ്റ് ഈസ് ഈക്വൽ ടു m2 ഇസ് 1/√3 മൈനസ് √3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/√3 ഇൻറ്റു √3. ശരിയല്ലേ? ദാറ്റ് ഇസ് ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ഡിനോമിനേറ്ററിൽ 1 പ്ലസ് 1 2 എന്ന് കിട്ടും അല്ലെ? ഡിനോമിനേറ്ററിൽ 2 ഉണ്ടാവും. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് √3 ഇൻറ്റു √3 3 വരും അല്ലെ? ഡിവൈഡഡ് ബൈ √3. ഓക്കെ, ഇത്രയും കിട്ടും. നൗ ദിസ് ഇസ് ഈക്വൽ ടു -2/√3 ഇൻറ്റു 2. ഇത് കട്ട് ചെയ്ത് കളയാൻ നമുക്കിവിടെ മൈനസ് പോയിട്ട് അവിടെ 1/√3 എന്ന് കിട്ടും അല്ലെ? അപ്പൊ tan θ എന്ന് പറയുന്നത് 1/√3 ആണ്. എപ്പോഴാണ് tan θ 1/√3 ആവുന്നത്? തീറ്റ π/6 ആവുമ്പോൾ, അഥവാ 30 ഡിഗ്രി ആവുമ്പോൾ അല്ലെ? തീറ്റ 30 ഡിഗ്രി ആവുമ്പോഴാണ് tan θ 1/√3 ആവുന്നത്. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ചോദ്യമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്.
ഓക്കെ, അടുത്ത ചോദ്യം പറയുന്നതിന് മുമ്പ് മാത്ലി ലേണിംഗ് ആപ്പിൽ കീം 2024 എൻട്രൻസ് മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സുകൾ ഏപ്രിൽ 1 ആരംഭിക്കുന്നുണ്ട്. നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള +2 സ്റ്റുഡൻസിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് കവറേജ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ലൈവ് റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ലൈവ് ക്ലാസ് ആണ് എടുക്കുക, അത് റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. PYQ ഡിസ്കഷൻസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഉണ്ടാവും. നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. 8943921124. ഓക്കെ, അപ്പോൾ 3 ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുക. 4ാമത്തെ ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 4 അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് സ്ട്രീറ്റ് ലൈൻ അല്ലേ. നോക്കാം, 4-1 ചോദ്യം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. ഈ ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. x - 7y + 5 = 0 എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ y അങ്ങോട്ട് കൊണ്ടുപോവാം. 7y = x + 5 എന്ന് എഴുതാം. y = 1/7 x + 5/7 എന്ന് വരും. ഈ 1/7 ആണ് സ്ലോപ്പ്. m = 1/7. ഒരു മാർക്കിന്റെ ചോദ്യമായിരുന്നു അത്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഹാവിംഗ് x ഇന്റർസെപ്റ്റ് 3. x ഇന്റർസെപ്റ്റ് 3 എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണ്ടേ? x ഇന്റർസെപ്റ്റ് 3 എന്ന് പറഞ്ഞാൽ x ആക്സിസിനെ ആ ലൈൻ കട്ട് ചെയ്യുന്ന പോയിന്റ് 30 ആണ് എന്നർത്ഥം അല്ലെ. അപ്പൊ ലൈനിന്റെ മുകളിൽ ഒരു പോയിന്റ് 30 ആണ്. ഇനി ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ലൈന് സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? m1 × m2 എന്ന് പറയുന്നത് -1 ആയിരിക്കുമല്ലോ പെർപെൻഡിക്കുലർ ലൈൻസ് ആണെങ്കിൽ. അപ്പൊ ഇവിടെ m1 എന്ന് പറഞ്ഞാൽ 1/7 തന്നിട്ടുണ്ട്. m2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ m1 × m2 is -1. നമുക്ക് ഇതിനെ അങ്ങോട്ട് ക്രോസ് ചെയ്യാം. m2 = -7. അല്ലെങ്കിൽ നെഗറ്റീവ് റെസിപ്രോക്കൽ എന്നുള്ള നിങ്ങൾ പഠിച്ച ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചാലും മതി ഇടാം. അപ്പൊ m2 എന്ന് പറയുന്നത് -7ഉം അതുപോലെ 0.30 ആണ്. ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? y - 0 = -7 × x - 3 എന്ന് വരും. ശരിയല്ലേ? അപ്പൊ എന്ത് കിട്ടും നോക്കിക്കേ, y = -7x + 21 കിട്ടും. ഇതിനെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ 7x + y - 21 = 0 എന്ന് വരും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. 3 മാർക്കിന്റെ ചോദ്യമായിരുന്നു ഇത്. അടുത്തത് 5ാമത്തെ ചോദ്യം നോക്കൂ. ഇത് നിങ്ങളുടെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. കൺസിഡർ ദ ഫിഗർ. ഇതിലൊരു ലൈൻ ഉണ്ട്. -4 എന്ന് പറയുന്ന x ആക്സിസിലെ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന 3 എന്ന് പറഞ്ഞ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ. ഇതിന്റെ കോർഡിനേറ്റ് അപ്പോൾ y ആക്സിസിലായതുകൊണ്ട് 0 3ഉം x ആക്സിലായതുകൊണ്ട് -4 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? y - y1 = y2 - y1 x2 - x1 × x - x1. ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതിനെ നിങ്ങൾക്ക് x1 y1 എന്ന് വിളിക്കാം, ഇതിനെ x2 y2 എന്ന് വിളിക്കാം. എന്ത് കിട്ടും നോക്കിയേ, y - 0 = y2 is 3 - 0 divided by x2 is 0 - -4 + 4 എന്ന് വരും. x - x1 is 4 - 4 + 4. y = 3/4 × x + 4 എന്ന് വരും അല്ലെ. ഫസ്റ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ ക്രോസ് ചെയ്യാം. 4y = 3x + 12. അപ്പോൾ 3x - 4y + 12 = 0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 1ാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യം പറയുന്നത് എന്താണ്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു ദ ലൈൻ. ഒറിജിനിൽ നിന്നും ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 0 ആണ് അല്ലെ. 0 0ൽ നിന്നും ഈ ലൈനിലോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് x-നും y-ക്കും 0 0 കൊടുക്കാം. b = മോഡുലസ് 3 × 0 - 4 × 0 + 12 divided by √3² plus -4². That is equal to 12 by √25. That is equal to 12 by 5 എന്ന് വരും അല്ലെ. ഡിസ്റ്റൻസ് is 12 by 5. സിമ്പിൾ അല്ലേ? ഓക്കെ, 3 മാർക്കിന്റെ ചോദ്യമായിരുന്നു 5ാമത്തത്. 6ാമത്തെ ചോദ്യം നോക്കൂ. ഇത് അഗെയിൻ നിങ്ങളുടെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. നോക്കാം, ഇവിടെ L1 L2 എന്ന് പറഞ്ഞ 2 ലൈൻസ് ഉണ്ട്. ഇതാണ് L1, ഇതാണ് L2. ഓക്കെ, ആ L1ന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ തീറ്റ 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പ് എന്താ വരിക? tan തീറ്റ. 1ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആണ്. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് L1. tan തീറ്റ is tan 30 degree. That is equal to 1/√3. ഒരു മാർക്കിന്റെ ചോദ്യമായിരുന്നു. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് L1. L1ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. L1 ഏത് കൂടെ പാസ് ചെയ്യുന്ന ലൈനാ? ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈനാ. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ y = mx ആണ്. m √3 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് പറയാം? y 1/√3 ആയതുകൊണ്ട് 1/√3 x എന്ന് പറയാം. ഇതിന് വേണമെങ്കിൽ ക്രോസ് ചെയ്താൽ √3y = x എന്ന് കിട്ടും. ദാറ്റ് ഈസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, x - √3y = 0 എന്ന് എഴുതാം.
ഇതാണ് ലൈൻ. ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇവിടെ വരെ നിർത്തിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ, ഒരു മാർക്കല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് L2. L2ന്റെ ഇക്വേഷൻ പറയുന്നുണ്ട് കണ്ടുപിടിക്കാൻ. L2 എന്ന് പറഞ്ഞാൽ ഏതുകൂടെ പാസ് ചെയ്യുന്നുണ്ട്? 4 പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി സ്ലോപ്പ് ഓഫ് L2 ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും L2ന്റെ സ്ലോപ്പ് അല്ലെ. അപ്പോൾ L2ന്റെ സ്ലോപ്പ് എന്തായിരിക്കും? M2 എന്ന് പറയുന്ന L2ന്റെ സ്ലോപ്പ് -√3 എന്ന് പറയാം. അത് passes through 4 therefore ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും നമ്മൾ? y - 0 equal to -√3 into x - 4. ശരിയല്ലേ? y equal to -√3x plus 4√3 എന്ന് വരും. ഓക്കെ, ഇത്ര എഴുതി വയ്ക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ -√3x പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് √3x plus y - 4√3 = 0 എന്ന് എഴുതാട്ടോ. 2 മാർക്കിന്റെ ചോദ്യമാണ് ഇത്. ക്ലിയർ അല്ലേ? 6ാമത്തെ ചോദ്യം. 7ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. Find the distance between the point and the line. So d equal to modulus ax1 plus by1 plus c divided by root of a square plus b square. Equation ആണ് നമ്മൾ യൂസ് ചെയ്യുക. That is equal to modulus 3 into x1 എന്ന് പറഞ്ഞാൽ ഇവിടെ -3 ആണ്, പ്ലസ് അല്ല -4 into y1 എന്ന് പറഞ്ഞാൽ 5 അല്ലെ, പ്ലസ് 26 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3 square plus -4 square. -4 square ഉം 4 square ഒക്കെ ഒന്നാണ് കേട്ടോ. അപ്പോൾ -9 -20 plus 26 ഡിവൈഡഡ് ബൈ ഇത് 25 വരും, അതിന്റെ റൂട്ട് 5 അല്ലെ. ദാറ്റ് ഇസ് -29 plus 26. അപ്പോൾ -3 വരും. 3/5 മോഡുലസ് എന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് 3/5 ആസ് ദ ആൻസർ. 7ാമത്തെ ചോദ്യമാണ്. 8ാമത്തെ ചോദ്യം നോക്കുക. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ -3 5 and perpendicular to the line through the points 2 5 and -3 6. അപ്പോൾ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം നമുക്ക് ആദ്യം. ഇതിനെ നമുക്ക് ലൈൻ 1 എന്ന് വിളിക്കാം. അപ്പോൾ സ്ലോപ്പ് ഓഫ് 1 എന്തായിരിക്കും വരിക? m is equal to 6 - 5 ഡിവൈഡഡ് ബൈ -3 - 2. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല y2 - y1 by x2 - x1 ആണ് അല്ലേ, ശരിയല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു 1 by -5 എന്ന് വരും. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ പെർപെൻഡിക്കുലർ ലൈൻ എന്താ വരിക? സ്ലോപ്പ് ഓഫ് ലൈൻ 2 ഇതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ അതെന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അപ്പൊ m2 is 5 and it passes through the point -3 5. അപ്പൊ എങ്ങനെ കിട്ടും? y - y1 is equal to m2 into x - x1. ശരിയല്ലേ? അപ്പൊ y - y1 is 5, that is equal to 5 into x - x1 is 3 അല്ലെ, -3. അപ്പൊ +3 ആവുന്നത്. അപ്പോൾ y - 5 is equal to 5x plus 15 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 5x - y plus 20 equal to 0 എന്ന് കിട്ടും. 5x - y plus 20 equal to 0. സിമ്പിൾ അല്ലേ? 8ാമത്തെ ചോദ്യം. 9ാമത്തെ ചോദ്യം നോക്കൂ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ്. 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പ് m is equal to y2 - y1 by x2 - x1. പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 - 1 divided by 4 - 2. That is equal to 4/2 which is equal to 2 എന്ന് കിട്ടും. ഓക്കെ, സ്ലോപ്പ് 2 ആണ്. 10ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x ഫോർ വിച്ച് ദ പോയിന്റ്സ് x - 1 2 1 and 4 5 ആർ കൊളീനിയർ. ഇത് a, ഇത് b, ഇത് c. അപ്പോൾ സ്ലോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൊളീനിയറിന്റെ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാം. അതായത് സ്ലോപ്പ് ഓഫ് എ ബി എന്തായിരിക്കും നോക്കൂ. കൊളീനിയർ ആണെങ്കിൽ 3 സ്ലോപ്പ് ഓഫ് എ ബി, സ്ലോപ്പ് ഓഫ് ബി സി, സ്ലോപ്പ് ഓഫ് എ സി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. സ്ലോപ്പ് ഓഫ് എ ബി എന്താ? 1 - -1 divided by 2 - x. That is equal to 2/2 - x എന്ന് കിട്ടും സ്ലോപ്പ് ഓഫ് എ ബി. ഇനി സ്ലോപ്പ് ഓഫ് ബി സി എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് ബി സി ഇസ് 5 - 1 divided by 4 - 2. That is equal to 4/2 which is equal to 2. അല്ലെ, ഈ 2 സ്ലോപ്പുകളും ഇക്വേറ്റ് ചെയ്യുക. കൊളീനിയർ ആയതുകൊണ്ട്, കൊളീനിയർ ആണെങ്കിൽ സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും. കൊളീനിയർ ആയതുകൊണ്ട് 2/2 - x is equal to 2 എന്ന് എഴുതാം നമുക്ക്. ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ 1/2 - x is equal to 1 എന്ന് കിട്ടും. ക്രോസ് ചെയ്തോളൂ. 1 is equal to 2 - x എന്ന് കിട്ടും. എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, 1 അപ്പുറത്തേക്കും. x equal to 2 - 1 that is equal to 1. എക്സിന്റെ വാല്യൂ എന്തെന്ന് കിട്ടി? ഇവിടെ 1 എന്ന് കിട്ടി. 2 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. 10ാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്തത്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The equation of the line 3x plus 2y minus 12 equal to 0. Find its slope. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും നമ്മൾ? 2y ഇവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം. -3x plus 12 y equal to -3/2x plus 12/2 is 6. അപ്പോൾ -3/2 ആണ് ഇവിടുത്തെ സ്ലോപ്പ്. 1 മാർക്കിന്റെ ചോദ്യം കിട്ടും. 1 മാർക്കാണ് കിട്ടുക അവിടെ. ഇനി എക്സ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? y equal to 0 കൊടുക്കും അല്ലെ. എക്സ് ഇന്റർസെപ്റ്റില് y equal to 0 കൊടുക്കും. y equal to 0 കൊടുത്താൽ എന്ത് കിട്ടും? 3x - 12 equal to 0 എന്ന് വരും.
3x ഈക്വൽ ടു 12, x ഈക്വൽ ടു 4. 12/3 4. ഇനി y ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? y ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ x ഈക്വൽ ടു 0 കൊടുക്കുക അല്ലെ. x 0 കൊടുത്താൽ 2y മൈനസ് 12 ഈക്വൽ ടു 0 എന്ന് വരും. 2y ഈക്വൽ ടു 12, y ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പൊ x ഇന്റർസെപ്റ്റ് 4ഉം y ഇന്റർസെപ്റ്റ് 6ഉം ആണ്. ശരിയല്ലേ? 3 മാർക്കിന്റെ ചോദ്യം. ഒരു ചോദ്യം കൂടി ഉണ്ട്. 12ാമത്തെ ചോദ്യം നോക്കൂ. ഫൈൻഡ് x ആൻഡ് y ഇന്റർസെപ്റ്റ്സ് ഓഫ് ദിസ് ലൈൻ. x ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് y ഈക്വൽ ടു 0 കൊടുക്കുക. 3x പ്ലസ് 10 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ 3x ഈക്വൽ ടു മൈനസ് 10/3. ഓക്കെ. ഇനി y ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? x ഈക്വൽ ടു 0 കൊടുക്കണം. അപ്പൊ x ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് 4x അല്ലെ. മൈനസ് 4x മൈനസ് 4y പ്ലസ് 10 ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഇസ് മൈനസ് 4y ഈക്വൽ ടു മൈനസ് 10. y ഈക്വൽ ടു 10/4 മൈനസ് കട്ട് ചെയ്ത് പോയിട്ട് 5/2 എന്ന് കിട്ടും അല്ലെ. എക്സ് ഇന്റർസെപ്റ്റ് ഇതാണ് കിട്ടുക. y ഇന്റർസെപ്റ്റ് 5/2 കിട്ടുക. ഈ ലൈനിനെ ഇന്റർസെപ്റ്റ് ഫോമിൽ എഴുതാൻ പറഞ്ഞാല് x/a പ്ലസ് y/b ഈക്വൽ ടു 1 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ x ഇന്റർസെപ്റ്റ് മൈനസ് 10/3 പ്ലസ് y ഇന്റർസെപ്റ്റ് y/5/2 ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ 12 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ 12 സ്ട്രേറ്റ് ലൈൻസ് ഒന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.